ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂട്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഇന്ദ്രൻ സ്റ്റാഫ് റൂമിൽ വന്നതിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം എനിക്ക് പെർഫ്യൂം അടയ്ക്കാൻ പോലും തികയില്ല. അതെ, എന്നെ പ്രതി ആരും ഇവിടെ പോകണ്ട. പിന്നെ ഞാനിവിടെ പഠിപ്പിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ എന്നോട് നേരിട്ട് വന്ന് പറയട്ടെ, ഞാൻ പോയിക്കോളാം എന്ന് ഇന്ദ്രൻ ഇങ്ങനെ എല്ലാവരുടെ മുന്നിലും പറയാം. അതെ, അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. പക്ഷേ ഒരു കാര്യമുണ്ട് എന്നുകൂടി ചേർത്തു കേട്ടോ. മറ്റൊന്നുമല്ല, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് പല്ലവി പറയണം. എൻ്റെ ചോദ്യത്തിന് തൃപ്തികരമായിട്ടൊരു ഉത്തരം പല്ലവി എന്താണെങ്കിലും ഈ തരണം. അത് പല്ലവി എന്നോട് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കണം. ബാക്കി ടീച്ചേഴ്സ് ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളും പല്ലവി പറയുന്ന വിശ്വസിച്ച് എന്നെയും കുറ്റക്കാരനായിട്ട് കാണുന്നവരാണല്ലോ. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന്? എങ്കിൽ നിങ്ങളൊന്ന് പറ. അപ്പൊ ഇവര് മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ പ്രതികാരം ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നത് പല്ലവിയുടെ മിസ്റ്റേക്കാണ്. അതിനു വേണ്ടിയിട്ടല്ല ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് അറിയാവുന്ന ഒരു സത്യം. സാറ് പിന്നെ എന്തിനാ വന്നിരിക്കുന്നത്? പഠിപ്പിക്കാനാണെങ്കിൽ അത് വിശ്വസിക്കാനാണേ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാ. അങ്ങനെയാണെങ്കിൽ സാറ് ഇതിനു മുൻപ് എവിടെയെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നല്ലോ. എൻ്റെ ടീച്ചറെ, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു. അവൾ എൻ്റെ ഭാര്യയായി. അതിനുശേഷം യാതൊരു കാരണവുമില്ലാതെ അവൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോ പിന്നെ ഇപ്പോഴും ആ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എപ്പോഴും അവളെ കണ്ടുകിട്ട് അല്ലെങ്കിൽ അവളെ പോയപ്പോൾ ശൂന്യത, ആ ഒരു നഷ്ടം, അതൊന്നും എൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും പോവില്ല. എൻ്റെ മരണം വരെ അത് പോവില്ല എന്ന് ഇന്ദ്രൻ ഇങ്ങനെ പറയാണ്. അതുകൊണ്ട് അവളെ എപ്പോഴും കണ്ടോണ്ടിരിക്കാലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഈ ജോലി തിരഞ്ഞെടുത്തത്. അല്ലാതെ മറ്റൊന്നും കൊണ്ടുമല്ല ഞാൻ തിരഞ്ഞെടുത്തത് എന്ന് ഇന്ദ്രൻ ഇങ്ങനെ പറയണം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? നിങ്ങൾ തന്നെ പറ. അപ്പൊ ഈ ടീച്ചേഴ്സിന് ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അതെ, സ്റ്റിൽ ഐ ലവ് യു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പല്ലവീനെ. ആ ഇഷ്ടം പോണമെങ്കിൽ ഞാൻ മരിക്കണം, അതാണ് സത്യം എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ ബെല്ലടിക്കുന്ന പോലത്തെ ഒരു ശബ്ദം കേട്ടു. സാറ് എഴുന്നേറ്റങ്ങ് പോവാണ് കേട്ടോ. അതെ, ഞാൻ ഒരിക്കലും പ്രതികാരം ചെയ്യാനല്ല. അതെ, ദൂരെ നിന്ന് അവളെ കണ്ടെങ്കിലും ഒന്ന് ആരാധിക്കാനാ ഞാൻ ഇവിടെ വന്നത് എന്നായിരുന്നു ഇന്ദ്രന്റെ മറുപടി. എന്നിട്ട് ഇന്ദ്രൻ ഇവരെ എല്ലാവരെയും കയ്യിലെടുത്തോണ്ട് നേരെ പുറത്തേക്ക് പോവാണ്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ആകെ കൺഫ്യൂഷനായി. ഇത് ആരാ ശരി ആരാ തെറ്റ് എന്നൊന്നും മനസ്സിലാവാത്തൊരവസ്ഥ. പിന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയും പല്ലവിനെയാണ്. അപ്പൊ സേതുവിനെ പല്ലവിയെയും കൂട്ടിക്കൊണ്ട് കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യം ഉണ്ടായെങ്കിൽ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. ഞാൻ കാരണം ബുദ്ധിമുട്ടായല്ലേ. എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ എന്റെ കടമയല്ലേ. പല്ലവി ധൈര്യമായിട്ട് ചെല്ല് എന്ന് പറഞ്ഞു. ആ ഇന്ദ്രന്റെ ഭീഷണിയിൽ നിന്ന് തന്നെ രക്ഷിക്കുക എന്നുള്ളത് എന്റെ ചുമതലയല്ലേ. ഞാനത് സന്തോഷത്തോടെയാ ചെയ്യുന്നത്. എന്നാലും സേതുവേണ്ണെ കാവൽക്കാരനാക്കാന്നൊക്കെ പറയുമ്പോ അത് സേതുവേണ്ണെ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും വിഷമമില്ല എന്നൊക്കെ പറഞ്ഞാലും എന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അതെനിക്ക് സങ്കടമുള്ള കാര്യം തന്നെയാ. ഞാനായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു എന്നാ തോന്നുന്നത്. ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നെ കുറിച്ച് ഓർത്ത് വെറുതെ സമയം കളയണ്ട. ഒരു പരാതി എനിക്കില്ല. വെറുതെ ഇങ്ങനെ കാത്തു കിടക്കണമെന്നുണ്ടോ? ഇത് കോളേജല്ലേ, മറ്റുള്ളവരില്ലേ. ഇവിടെ വെച്ച് എന്തെങ്കിലും എന്നെ സംഭവിപ്പിക്കാൻ ഇന്ദ്രന് ധൈര്യമുണ്ടോ? നമ്മളെന്തോ പ്രതീക്ഷിക്കണം? തലയ്ക്ക് സുഖമില്ലാത്ത ആളാണ് ഇന്ദ്രൻ എന്ന് അറിയാലോ. ഏത് തരം പ്രതികരണമാണ് അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഒന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അതെ, 2 മാസമല്ലേ ഉള്ളൂ അവനിവിടെ. അതിനുശേഷം അതുവരെ ഇങ്ങനെ അങ്ങ് പോട്ടെ. താൻ വിഷമിക്കാതെ. പല്ലവി വേഗം ബാഗിൽ നിന്നൊരു കത്തി എടുത്ത് കാണിക്കാണ്. ഇതുകൊണ്ടോ, ഇതെന്തിനാന്നറിയോ? സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാ. ക്യാമ്പസിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. ആ നിയമം ഒരു അധ്യാപികയായിട്ട് തെറ്റിക്കേണ്ടി വരുന്നത് വേറെ നിവർത്തികേട് കൊണ്ടാ. എന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നാ ഉറപ്പായിട്ടും ഞാൻ അയാളെ കുത്തും. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറും ഫോൺ കോൾ അത് മാത്രം മതി. അത് ഞാൻ ഓടിയെത്തില്ലേ. പിന്നെ എന്താ പല്ലവി? എന്തെങ്കിലും ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. തന്നെ കൊല്ലാൻ നോക്കിയതിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് കടം തീർക്കണ്ടേ. 2 മാസം എത്രയും പെട്ടെന്ന് കഴിഞ്ഞു പോണേന്ന് എന്റെ പ്രാർത്ഥന. വെക്കേഷൻ തീരുന്നത് കൂടി അയാള് ഇവിടുന്ന് പോകും. അതോടെ എന്റെ എല്ലാ പ്രശ്നവും തീരും. അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു. താൻ സമാധാനമായിട്ടിരിക്കുക. വരുന്നിടത്ത് വെച്ച് കാണാൻ പല്ലവി എന്ന് പറഞ്ഞു.
എന്നിട്ട് സേതു ഇങ്ങനെ നിൽക്കുന്നു. പല്ലവി എന്നാൽ ശരി സേതുവേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി കോളേജിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പൊ ഇന്ദ്രൻ അവിടെ ഉണ്ട് കേട്ടോ. പല്ലവി നേരെ ക്ലാസ് എന്താ പറയാ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ഇന്ദ്രൻ അവിടെ ഇരിപ്പുണ്ട്. പല്ലവിയുടെ കയ്യിൽ നിന്നൊരു ബുക്ക് താഴെ പോയി. അയ്യോ വെയിറ്റ് 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 എന്ന് പറഞ്ഞു വേഗം തന്നെ ഇന്ദ്രൻ ചെന്നു വളരെ ഫോമിലായിട്ട് എടുത്തു കൊടുക്കുകയാണ്. അപ്പൊ വേഗം തന്നെ ഇന്ദ്രൻ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അതെ സർ ബെല്ലടിച്ചില്ലല്ലോ, സാർ പിന്നെ അങ്ങോട്ട് പോന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്നത് ചിലർക്ക് ഇഷ്ടാവില്ല, അതുകൊണ്ട് ഞാനായിട്ട് എന്തിനാ സ്വസ്ഥത കളയുന്നത്, ഞാൻ ലൈബ്രറി പോയിരുന്നോളാം എന്ന് പറഞ്ഞ വളരെ ഫോർമലായിട്ട് ഇന്ദ്രൻ വളരെ കൂളായിട്ട് എഴുന്നേറ്റ് അങ്ങ് പോകാൻ കേട്ടോ. അപ്പൊ ഇതെല്ലാം കണ്ട് പല്ലവി അവിടെ ഇരുന്നു. പല്ലവി മുഖമൊക്കെ കടന്നൽ കുത്തി ദേഷ്യം കൊണ്ട് ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ. ടീച്ചർ പറയുന്ന അത്ര കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നില്ല ഇന്ദ്രൻ സാറ് എന്നായിരുന്നു. നിങ്ങൾക്ക് അയാളെ കുറിച്ചൊന്നും അറിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. അല്ല ടീച്ചറെ, ആള് കുഴപ്പക്കാരനായിരിക്കാം, എന്നാലും പക്ഷെ ഇപ്പൊ മാനസാന്തരം വന്നിട്ടുണ്ടെങ്കിലോ? മാനസാന്തരമോ അയാൾക്കോ? നിങ്ങൾക്കൊന്നും അറിയില്ല. അങ്ങനെ സംഭവിച്ചാ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കാൻ തുടങ്ങും, അത്രയ്ക്ക് ആളാ അത്. നിങ്ങൾക്ക് അറിയില്ലാത്തത് കൊണ്ട് മാത്രം അങ്ങനെ എന്ന് പറഞ്ഞു. അപ്പൊ മാനസാന്തരം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ അയാളുടെ അത്ര കഴിവ് വേറെ ആർക്കും ഇല്ല. അതുകൊണ്ട് അയാള് ഈ കാണുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നുമല്ല ഇത് യഥാർത്ഥത്തിലുള്ള ആളെന്ന് നിങ്ങളൊക്കെ ദയവ് ചെയ്ത് മനസ്സിലാക്കിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും എന്ന് മാത്രം. ഒരിക്കൽ കോടതിയിൽ കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് അയാൾ കാണിച്ച വേലത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് അമിക്കസ് ക്യൂരിയെ വരെ വെക്കേണ്ടി വന്നു നമ്മുടെ കോടതിക്ക്. അത്ര മിടുക്കനാ. അയാൾക്ക് ടീച്ചറിനെ ഭയങ്കര ഇഷ്ടാന്നാ പറഞ്ഞത്. ഇഷ്ടമോ എന്ന് ചോദിച്ചോ? ആ വാക്കിന്റെ അർത്ഥം അതെന്താന്ന് അയാൾക്കറിയോ? ഇഷ്ടമുള്ള പെണ്ണിന്റെ മുന്നിൽ വെച്ച് ഒരു പുരുഷനും മറ്റു കാമുകിമാരുമായിട്ട് സൊള്ളാറില്ല. ഉണ്ടോ പറ? അത് മാത്രമല്ല, ഇഷ്ടമുള്ള ഒരു പുരുഷനും അവൾക്ക് ഇഷ്ടമില്ലാത്ത ഡ്രസ്സ് ധരിക്കാനായിട്ട് അവളെ നിർബന്ധിക്കാറില്ല. ഉണ്ടോ? നിങ്ങൾ പറ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതം നശിപ്പിച്ചവനവൻ. എന്തായാലും അയാൾക്കിപ്പോ ടീച്ചറിനോട് ദേഷ്യമൊന്നുമില്ല. അയാൾ പറയുന്നതല്ലേ സാറേ, പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല, അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും എന്ന് ടീച്ചർ പറഞ്ഞു. അപ്പം ബെല്ലടിച്ചു. അപ്പൊ പല്ലവി ടീച്ചർ എഴുന്നേറ്റ് പോവാൻ തുടങ്ങുകയാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് പോവാൻ തുടങ്ങിയപ്പോഴത്തേനും അതെ അയാള് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അയാൾ പോവോ വരുവോ എന്തെങ്കിലും, ഞാൻ എന്താണേലും ജോലി ഉപേക്ഷിക്കണ്ട എന്ന എന്റെ തൽക്കാലം എന്റെ തീരുമാനം. അയാളെ പേടിച്ചിരുന്നില്ല ഞാൻ ഇവിടുന്ന് പോകുന്നത്. അതുകൊണ്ട് പക്ഷെ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് അതെനിക്ക് വേണം. അയാൾ പറയുന്ന നുണകൾ വിശ്വസിച്ച് നിങ്ങൾ ഒരിക്കലും എന്നെ കൈവിട്ട് കളയരുത് എന്ന് പറഞ്ഞു. അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പല്ലവി ടീച്ചർ അങ്ങ് പോവാണ്. അപ്പൊ പല്ലവി പുറകത്തിറങ്ങി നിന്നപ്പോഴത്തേനും ഇവരിങ്ങനെ ചോദിക്കുകയാണ്, നമ്മൾ ആരെ വിശ്വസിക്കും, മിസ്സിനെയോ അതോ സാറിനെയോ? അപ്പൊ അവർക്കും ആകെ കൺഫ്യൂഷനായി. അപ്പൊ കോളേജിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് പല്ലവിയും സേതുവും കൂടി ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സേതുട്ടാ വണ്ടി ഒന്ന് നിർത്ത്, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം ആ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരുടെ ഇറങ്ങി വഴിയിൽ അവിടെ ഒരു മരത്തിന്റെ തണലില് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സത്യം പറയട്ടെ, ഇന്ദ്രൻ ഇപ്പൊ സ്കൂളിലെ കോളേജിലെ സ്റ്റാറാ. അവിടെ ടീച്ചേഴ്സിനെ എല്ലാം അവൻ കയ്യിലെടുത്തിരിക്കുക. കുട്ടികൾക്കിടയിലും ഇന്ദ്രന് നല്ല ആരാധകരുണ്ട്. ഇങ്ങനെ പോയാൽ അയാൾ കോളേജിലെ താരമാകും. 2 മാസമല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോ തീർന്നില്ലേ, പിന്നെന്താ നിർത്തിപ്പോണ്ടി വരില്ലേ? അതിന് വിട്ടില്ലെങ്കിലോ എന്നായിരുന്നു ചോദ്യം. മാനേജ്മെന്റിന് വേണമെങ്കിൽ അയാളെ അവിടെ പിടിച്ചു നിർത്താവല്ലോ. അയാളും ചിലപ്പോ അത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. അത് അപകടമാവും എന്ന് പറഞ്ഞു. നന്നായി എന്ന അയാൾ അവകാശപ്പെടുന്നത് എല്ലാവരുടെ മുൻപില് മാന്യം ചമയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാൾ മാറിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാ ചെയ്തു കേട്ടാ. അതേന്നെ, ശരിക്കും അതെ. ഈ കാണിക്കുന്നത് മുഴുവൻ അയാൾ അഭിനയവാ. അയാളുടെ മനസ്സിൽ മറ്റെന്തോ ഉണ്ട്, അതെനിക്കും തോന്നുന്നുണ്ട് പല്ലവി. പക്ഷെ അതെങ്ങനെ, എന്താണ് പ്ലാൻ, അതാണ് നമ്മൾ എത്ര ആലോചിച്ചിട്ടും എനിക്കങ്ങ് മനസ്സിലാവാത്തത്. ലക്ഷ്യം അത് ഞാൻ തന്നെ ആയിരിക്കും. അത് നടക്കില്ലല്ലോ. പക്ഷെ പറ്റിയ അവസരം വരുന്നത് വരെ കാത്തിരിക്കും. അതുവരെ എന്നിട്ട് പ്രതികരിച്ചാലോ? അങ്ങനെ ഒരു അവസരം നമ്മളായിട്ടുണ്ടാക്കി കൊടുക്കരുത്. എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് സേതുവേട്ടാ. ഇപ്പൊ എനിക്ക് മുന്നിലും പിന്നിലും ഒക്കെ എനിക്ക് കണ്ണുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. ആ ടീച്ചേഴ്സിനെ കയ്യിലെടുത്തത് പ്രത്യേകം സൂക്ഷിക്കണം. നാളെ ഒരു പ്രശ്നം ഉണ്ടായാൽ എല്ലാവരും അവന്റെ കൂടെയേ നിൽക്കൂ. ഒറ്റപ്പെടും. അതിപ്പോഴേ അങ്ങനെ ഏതാണ്ട് ഒറ്റപ്പെട്ട പോലെയാ. ആരും പരസ്യമായി പറയുന്നില്ല എന്നേ ഉള്ളൂ. എല്ലാവരും മനസ്സുകൊണ്ട് ഇപ്പൊ ഇന്ദ്രന്റെ ആൾക്കാരാ. കുട്ടികളോടും ഒന്ന് സൂക്ഷിക്കാൻ പറയണം.
അവന് അറിയാലോ, അവന്റെ ചരിത്രം അറിയാലോ. സ്വാതിക്ക് സംഭവിച്ചത് മറ്റാർക്കും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ച അയാളുടെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് വിചാരിച്ചാൽ മതി. അത് തന്നെ. പിന്നെ അവിടെ ആരൊക്കെ അയാൾക്ക് സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞാലും ടീച്ചേഴ്സും കുട്ടികളും ആരില്ലെങ്കിലും പുറത്ത് ഒരുപാട് പേര് അവനെതിരെ ഉണ്ടാവും. ആര്? പേരൻസ്. അവരെല്ലാം വിളിച്ച് ഞാൻ കാര്യം അങ്ങ് പറയും. പിന്നെ അവനവിടെ നെക്കിക്കളി ഉണ്ടാവില്ല. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ചെയ്തുകൂടെ? വേണ്ട സേതുവേട്ടാ, ഇപ്പൊ ചെയ്യാൻ പാടില്ല. അതിന് തക്കതായ ഒരു അവസരം അവൻ തന്നെ ഉണ്ടാക്കി തരും. അതുവരെ നമ്മളത് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതാണ് നമുക്ക് വേണ്ടത്. വരുന്നേ, ഇന്ദ്രനായിട്ട് തന്നെ അതിനൊരു അവസരം നമുക്കുണ്ടാക്കി തരും. ഒരാൾക്ക് കുറെ കാലം എല്ലാവരെയും പറ്റിക്കാൻ പറ്റും, പക്ഷെ എല്ലാ കാലവും അത് ചിലപ്പോൾ സാധിച്ചു എന്നൊന്നും വരില്ല. അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് ചെമ്പ് തെളിയും. സ്വർണമല്ല, സ്വർണം പൂശ ഉൾപ്പെടെയാ കയ്യിലിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ നോക്കാം നമുക്ക്. എന്താ, ശരിയല്ലേ? ശരിയാണ് എന്ന് പറഞ്ഞു. നമുക്കൊരു ചായ കുടിച്ചാലോ? ചായ കുടിക്കാം എന്ന് പറഞ്ഞ സേതു ചായ വാങ്ങാൻ പോയി. പിന്നെ കാണുന്ന ഇന്ദ്രനെയാണ്. ഇന്ദ്രൻ പാതിരാത്രിയായപ്പോ മുഖംമൂടിയൊക്കെ ധരിച്ച് നമ്മുടെ ഋതികയുടെ റൂമിലേക്ക് ചെന്ന് കയറുകയാണ്. അപ്പൊ ഋതിക ക്യാമ്പിലാണല്ലോ. അവിടെ ചെന്നു. എന്നിട്ട് ഋതുവിന്റെ ഫോൺ എടുത്തിട്ട് നേരെ ചെന്നു. അതായത് നമ്മുടെ ഇന്ദ്രനോട് കയർത്തി സംസാരിച്ചു ഒരുത്തനുണ്ടല്ലോ അവിടെ, അതായത് ഇന്ദ്രൻ താമസിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞു. അവന്റെ റൂമിലേക്ക് ചെന്ന് ഋതുവിന്റെ ഫോണ് അവന്റെ ബാഗിലേക്ക് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ അവിടുന്ന് സ്കൂട്ടാകുകയാണ് കേട്ടോ. എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ആ സമയത്താണ്. പിന്നെ കാണുന്നത് ശോഭനെയും അതുപോലെ തന്നെ പല്ലവീനെയാണ്. അപ്പൊ വേഗം, നിന്നോട് വഴക്കിനൊന്നും വരുന്നില്ലല്ലോ, അത്ര ആശ്വാസം. അവളുടെ മനസ്സിൽ എന്താന്ന് മനസ്സിലാവുന്നില്ലമ്മേ. നന്നായി എന്ന് അയാൾ സ്വയം പറഞ്ഞുകൊണ്ടായില്ലല്ലോ. എനിക്കറിയാം അയാളുടെ മനസ്സിപ്പോ തിളച്ചു മറിയാണെന്ന്. മനുഷ്യരെ നന്നാവാൻ അധിക സമയമൊന്നും വേണ്ട പല്ലവി. ഞാൻ പറഞ്ഞതുപോലെ അവൻ ചിലപ്പോ നന്നായെങ്കിലും മോളെ. അമ്മ എന്താ പറയുന്നത്? അതെങ്ങനെ നടക്കുന്നേ? വിധി വന്നതിന്റെ പിറ്റേ ദിവസം എന്നെ കാറിടിച്ച് കൊല്ലാൻ നോക്കിയ ആളാ ദേ അയാള്. എന്നിട്ടാണോ അയാൾ നന്നായി എന്ന് പറയണത്? അങ്ങനെ ഒരാള് പെട്ടെന്നൊരു ദിവസം നന്നായി എന്ന് അവകാശപ്പെട്ട അത് വിശ്വസിക്കാൻ മാത്രം മണ്ടിയൊന്നും അല്ല ഞാൻ. പിന്നെ എന്തായിരിക്കും അവന്റെ ഉദ്ദേശം? അത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടാത്തത്. നേരത്തെ ഒക്കെ ആയിരുന്നെങ്കിൽ അയാള് എന്താ പറയുക, നേരിട്ട് പ്രതികരിക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ഒരു രീതി. അയാൾക്ക് എന്തോ മനസ്സിലുണ്ട്. അതെന്താന്ന് അയാൾക്കേ അറിയുള്ളൂ. ആ ദേഷ്യം പ്രകടിപ്പിക്കാതെ ഇത്തവണ ബുദ്ധി കൊണ്ടാ അയാൾ കളിക്കാൻ പോകുന്നത്. സൈക്കോ ആയ അയാള് എനിക്കായിട്ട് സൈക്കോളജിക്കലായിട്ട് അപ്രോച്ച് നടത്തുന്നു. അതാ ഇപ്പൊ സംഭവിക്കുന്നത്. ഇതൊന്നും വെറുതെ അല്ലാന്ന് എനിക്കറിയാം. ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണ്. അതും എനിക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ കാറ്റ് വീശും. ശക്തമായി തന്നെ നീ സൂക്ഷിച്ചാ മതി. പിന്നെ സേതു ഉണ്ടല്ലോ മോളെ, എന്തായാലും ഇതിന്റെ പിന്നിന്റെ പേരില് നീ ജോലി വേണ്ടാന്നൊന്നും വെക്കാത്തത് നന്നായി. ഞാന് അച്ഛൻ പറഞ്ഞു, ധൈര്യം തന്നു. പിന്നെ സേതുവേട്ടനും മനസ്സുറപ്പൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല ഞാനവിടെ പിടിച്ചു നിൽക്കുന്നത്. എല്ലാവരുടെയും ഒരു ധൈര്യം. എനിക്ക് ഇന്ദ്രനെ ഒരു പേടിയുമില്ല. അയാള് എന്റെ ജീവിതത്തില് സ്ഥിരം സമാധാനക്കേടുകൾ ഉണ്ടാക്കി. അതിലുള്ള അനിഷ്ടങ്ങളും അസ്വസ്ഥതകളും മാത്രമേ ഞാൻ അയാളോട് പ്രകടിപ്പിച്ചിട്ടുള്ളൂ. അത്രമാത്രം. അതും അയാള് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാ ഞാനും വിചാരിക്കുന്നത്. അത് അയാൾക്ക് മനസ്സിലായിക്കോളും. ഇനി ബാക്കിയൊക്കെ വിധിച്ചതുപോലെ വരട്ടെ. എത്രയും വേഗം നിങ്ങളുടെ കല്യാണം നടത്തണം. എങ്ങനെ? അത് മാത്രമേ ഉള്ളൂ ഇതിനൊരു പരിഹാരം. എങ്ങനെങ്കിലും ചിങ്ങമാസം വരെ നിങ്ങളൊന്ന് കാത്തു നിൽക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രൻ പിന്നെ പിൻവാങ്ങിക്കോളും മോളെ. ഒരു സമാധാനക്കേട് എന്ന് പറഞ്ഞു. നോക്കാം. എന്താണെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി ഇങ്ങനെ ഇരിക്കുന്നു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു.